ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വോളിയം പ്രൊഫൈലിനെ പറ്റിയാണ്. ട്രേഡിംഗ് വ്യൂവിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറുണ്ട്, ദാറ്റ് ഇസ് വോളിയം പ്രൊഫൈൽ. വോളിയം എല്ലാവർക്കും അറിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. വോളിയം ബേസിക്കലി നമ്മുടെ ട്രേഡ് നടക്കുന്ന അതിൻ്റെ ബേസിൽ എത്രത്തോളം ട്രേഡ് നടക്കുന്നുണ്ട്, എത്രത്തോളം ബൈയും സെല്ലും നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ബേസിൽ നമുക്കെല്ലാം തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ താഴെ ഒരു വേർട്ടിക്കലായിട്ട് ഓരോ ഹിസ്റ്റോഗ്രാംസ് ക്രിയേറ്റ് ആവും. ഈ ഹിസ്റ്റോഗ്രാംസ് ആണ് വോളിയം എന്ന് പറയുന്നത്. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ എന്തോരം ട്രേഡ് നടന്നു എന്നുള്ളതാണ്, അല്ലേ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ വോളിയം. പക്ഷേ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ വോളിയത്തിനെ പറ്റിയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വോളിയത്തിനെ പറ്റിയാണ്. ഓരോ പ്രൈസ് ലെവലിലും എന്തോരം ട്രേഡ് നടന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു വോളിയത്തിനെ പറ്റിയാണ്. അതിനെ സെഷൻസ് വോളിയം പ്രൊഫൈൽ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ലെവലിൽ, അതായത് 25,133 ലെവലിൽ അല്ലെങ്കിൽ 25,145 ലെവലിൽ, ഇങ്ങനെ ഓരോരോ പ്രൈസ് ലെവലുകളിലും എന്തോരം ട്രേഡ് ആക്ച്വലി നടന്നു അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് ഈ സെഷൻസ് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു പ്രൈസ് ലെവലിൽ ഒത്തിരി ട്രേഡ്സ് നടന്നിട്ടുണ്ടെങ്കിൽ ആ പ്രൈസ് ലെവലിന് എന്തോ ഒരു വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട്, അല്ലേ? ഇപ്പോൾ ആ പ്രൈസ് ലെവലിനെയും വോളിയത്തിനെയും കൂടെ ചേർത്ത് വെച്ച് വായിക്കാനാണ് ഈ സെഷൻസ് വോളിയം പ്രൊഫൈൽ ശ്രമിക്കുന്നത്. ഇത് നമുക്ക് അബ്സല്യൂട്ട് ആയിട്ടുള്ള ട്രേഡ് ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കില്ല, പക്ഷേ പലപ്പോഴും ട്രേഡ് കൺഫർമേഷന് വേണ്ടി നമ്മളെ സഹായിക്കും, മാർക്കറ്റിൻ്റെ ഓവറോൾ സെൻറ്റിമെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കും, പിന്നെ ചിലപ്പോഴെല്ലാം ട്രേഡിൽ എൻട്രി എടുക്കാനും ഒക്കെ നമുക്ക് സഹായിക്കും. പക്ഷെ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ, എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ, നമ്മൾ ഒരിക്കലും ഒരു ഇൻഡിക്കേറ്റർ വെച്ച് മാത്രം ഡിസൈഡ് ചെയ്യരുത്. നമ്മളൊരു മാർക്കറ്റിലൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് വ്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിൽ നമുക്ക് അറിയാവുന്ന പല പല ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പല പല സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള മെത്തേഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് പോലുള്ള സാധനങ്ങൾ, അതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പ്രൈസ് ആക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ച് വേണം മാർക്കറ്റിനെ റീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. നിങ്ങൾ അങ്ങനെ കുറച്ച് കാലം റീഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ഇൻഡിക്കേറ്ററിനും എന്തോരം കോൺഫിഡൻസ് ലെവലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് കുറച്ച് പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മേ ബി അതൊന്ന് കട്ട് ഷോർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്ററിലോ രണ്ട് ഇൻഡിക്കേറ്ററിലോട്ടോ പോകണോ, അതോ ഇനി അത് എപ്പോൾ ഏത് സമയത്ത് സ്വിച്ച് ചെയ്യണം, ആ ഇൻഡിക്കേറ്റേഴ്സിനെ മാറ്റി വേറെ ഇൻഡിക്കേറ്റേഴ്സ് എപ്പോൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ ന്യൂസസ് എപ്പോൾ യൂസ് ചെയ്യണം, പ്രൈസ് ആക്ഷൻസിനെ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്താൽ മതിയോ, ഈ പ്രൈസ് ആക്ഷനും വോളിയവും തമ്മിലുള്ള റിലേഷൻ മാത്രം നോക്കിയാൽ മതിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പതുക്കെ ഇൻസൈറ്റ് ഉണ്ടാകും. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെപ്പറ്റിയൊന്നുമല്ല, ഇന്ന് നമ്മൾ ഈ സെഷൻസ് വോളിയം പ്രൊഫൈലിനെ പറ്റിയാണ്. ഈ സെഷൻസ് വോളിയം പ്രൊഫൈലിൻ്റെ ഒരു മാർക്കറ്റ് സ്റ്റോറി, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഞാനിത് റീപ്ലേ മോഡിൽ ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രൈഡേയിലെ മാർക്കറ്റാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫ്രൈഡേയിൽ എങ്ങനെയാണ് ഈ സെഷൻസ് വോളിയം പ്രൊഫൈൽ ഡെവലപ്പ് ആവുന്നത്, എങ്ങനെയാണ് പ്രൈസ് അതിനെ ഫോളോ ചെയ്യുന്നത്, ഇങ്ങനെയുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുവാണ്. ഓരോരോ പ്ലേസസ് ആയിട്ട് ഞാൻ മൂവ് ചെയ്യുവാണ്. ഫസ്റ്റ് ഞാൻ മൂവ് ചെയ്തു. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ലൈൻ ചാർട്ടാണ് ഇട്ടേക്കുന്നത്. 9:15 മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ഇവിടെ ആൾറെഡി മാർക്കറ്റ് സെല്ലിലാണ് ഓപ്പൺ ആയിരിക്കുന്നത്. സെല്ലിൽ ഓപ്പൺ ആയിരിക്കുന്നത് കൊണ്ട് ഈ സെഷൻസ് വോളിയം പ്രൊഫൈൽ SVP എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഏറ്റവും മുകളിൽ കാണിക്കുന്ന സാധനമാണ് ഈ SVP ഓൾ അപ്പ് ഡൗൺ എന്നുള്ള സംഭവം. അപ്പോൾ ഇവിടെ നമ്മൾ കഴ്സർ വയ്ക്കുമ്പോൾ നമുക്ക് കാണാം, കഴ്സർ വയ്ക്കുമ്പോൾ ഈ സെക്ഷൻസ് വോളിയം പ്രൊഫൈൽ ഇവിടെ ക്ലോസ് ആയി നിൽക്കുന്നത്, അതിൽ യാതൊരു തരത്തിലുള്ള ബയേഴ്സും ഇല്ല. ഇവിടെ യാതൊരു തരത്തിലുള്ള ബയേഴ്സും ഇല്ല, സെല്ലേഴ്സ് മാത്രമാണ് ഉള്ളത്. സീറോ ബയേഴ്സും 1.16 മില്യൺ സെല്ലേഴ്സും ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് താഴോട്ട് പോയിരിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് നമ്മൾ ഈ ട്രേഡിംഗ് സെഷൻസ് വോളിയം പ്രൊഫൈലൊക്കെ നോക്കുമ്പോഴും ഒരു 9:15 മുതൽ 9:30 വരെയുള്ള സമയം ഇതിന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുന്നതാണ് നല്ലത്. അത് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ ആണ്. കാരണം മാർക്കറ്റ് ഒന്ന് സെറ്റിൽ ആവട്ടെ. അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്ലേയേഴ്സ് ഈ 15:30 പ്ലേ ചെയ്യുന്നുണ്ടാവാം. നമ്മൾ ചിലപ്പോൾ ട്രാപ്പിലെല്ലാം പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ യൂഷ്വലി ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. യൂഷ്വലി ഞാൻ 10 o'clock വരെയൊക്കെ വെയിറ്റ് ചെയ്യാറുണ്ട്. 30 വരെ ആണെങ്കിലും ഓക്കെ ആണ്, നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ. അതല്ല, അതിന് മുന്നേ നിങ്ങൾക്ക് ചെയ്യാൻ കോൺഫിഡൻ്റ് ആണെങ്കിൽ ചെയ്യൂ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വർക്കാവുന്ന ആ രീതിയിലാണെങ്കിൽ. പക്ഷേ യൂഷ്വലി ഞാൻ എൻ്റെ ഒരു മെത്തഡാണ് പറഞ്ഞത്, ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഈ സെക്ഷൻസ് വോളിയം പ്രൊഫൈൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ മുകളിലത്തെ ഈ ഒരു സാധനം നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് നമ്പേഴ്സ് കാണിക്കും. ഞാൻ കഴ്സർ അങ്ങോട്ട് ഹോവർ ചെയ്യുമ്പോൾ ആക്ച്വലി അത് ഡിഫറെൻറ്റ് പ്രൈസ് ലെവലിലെ
സെഷൻസ് വോളിയം പ്രൊഫൈൽ ആയിരിക്കും കാണിക്കുക. ഞാൻ അതുകൊണ്ട് കഴ്സർ അങ്ങോട്ട് ഓവർ ചെയ്യുന്നില്ല, എവിടെയാണോ ആക്ച്വൽ പ്രൈസ് നിൽക്കുന്നത് അവിടെ വയ്ക്കാം. 9:30 ആയ സമയത്ത് 9:35 ആയ സമയത്ത് ഇവിടുത്തെ സെഷൻസ് വോളിയം പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കറണ്ട് പ്രൈസിൽ സെഷൻസ് വോളിയം പ്രൊഫൈലിൽ 2.49 മില്യൺ ബയേഴ്സും 2.05 മില്യൺ സെല്ലേഴ്സും ആണുള്ളത്. പക്ഷെ അത് മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ മുകളിലോട്ടുള്ള ലെവലുകളിൽ നോക്കണം. മുകളിലോട്ടുള്ള 2-3 വോളിയം പ്രൊഫൈൽ നോക്കണം. ഇവിടെ നോക്കുമ്പോഴെല്ലാം മില്യൺ നമ്പർ ഓഫ് ഇത്രയും 3.42 മില്യൺ സെല്ലേഴ്സ് ആണ്. 4 മില്യൺ സെല്ലേഴ്സ് അറൗണ്ട് ഉണ്ട്. താഴെയാണെങ്കിലും 3 മില്യൺ അടുപ്പിച്ച് സെല്ലേഴ്സ് ഉണ്ട്. കറണ്ട് പ്രൈസിൽ മാത്രം കുറച്ച് സ്ലൈറ്റ്ലി ബയേഴ്സ് ഉണ്ട്. കറണ്ട് പ്രൈസിന് താഴോട്ട് 2-3 പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ബേസിക്കലി ബയേഴ്സ് ഉണ്ട്. ഇവിടെ സെല്ലേഴ്സ് ആയിരുന്നു കൂടുതൽ, ഇവിടെയും സെല്ലേഴ്സ് ആയിരുന്നു. അപ്പോൾ നോക്കിയാൽ ഒരു ചെറിയ ഒരു സപ്പോർട്ട് അത് ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ആ വോളിയം പ്രൊഫൈൽ കാണിക്കുന്നത്. പക്ഷേ ഡിസൈഡ് ചെയ്യാറായിട്ടില്ല. സോ നമുക്കത് വേണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നുള്ളൊരു പീരീഡാണ്. നെക്സ്റ്റ് പോയിന്റിലോട്ട് നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് പതുക്കെ ഒന്ന് താഴോട്ട് വരുന്ന ഒരു ഇൻഡിക്കേഷൻ കാണിച്ച് ഒരു റെസിസ്റ്റൻസ് പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. വോളിയം പ്രൊഫൈൽ നോക്കുമ്പോൾ കറണ്ട് വോളിയം പ്രൊഫൈലിൽ 3 മില്യൺ സെല്ലേഴ്സ് ഉണ്ട്, 2 മില്യൺ ബയേഴ്സേ ഉള്ളൂ. അതിന് മുകളിലത്തെ ലെവലിൽ നോക്കുകയാണെങ്കിൽ എല്ലാം സെല്ലേഴ്സ് തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, മുകളിൽ സെല്ലേഴ്സ് തന്നെയാണ് കൂടുതൽ. തൊട്ട് താഴത്തെ ലെവലിൽ നോക്കിയാലും സെല്ലേഴ്സ് തന്നെയാണ് കൂടുതൽ. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മോസ്റ്റ്ലി എറൗണ്ട് ഏകദേശം ഇതിനെ ഒന്ന് ഒരു കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ് ആക്കി കരുതി മാർക്കറ്റ് താഴോട്ടടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി റിസ്ക് റിവാർഡ് എല്ലാം നോക്കിയിട്ട് എടുക്കാവൂ. ഈ 2:1 ഓപ്പർച്യൂണിറ്റി ആണോ 1:1 ഓപ്പർച്യൂണിറ്റി ആണോ, അതിൻ്റെ ഹൈ എവിടെയാണ്. നമ്മൾ ഈ ലൈൻ ചാർട്ട് മാത്രമായിട്ട് നോക്കരുത്. ലൈൻ ചാർട്ടിൽ പിന്നെ ക്യാൻഡിൽ സ്റ്റിക്കും കൂടെ ആക്കി നോക്കുക. ക്യാൻഡിൽ സ്റ്റിക്ക് ആക്കി നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് 2580. അവിടെ ആയിരിക്കണം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. നിങ്ങൾ അങ്ങനെ പിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കറൻ്റ്ലി 76 ആണ്. 2587 വളരെ 10-15 പോയിന്റ് സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഒരു 20-25 പോയിന്റ്സ് അതുവരെയുള്ള ഒരു സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിയിൽ ഇത് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. ഇതൊരു 1:2 റിസ്ക് റിവാർഡിലുള്ള ഒരു ട്രേഡിനുള്ള ഏരിയയാണ്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഹൈ റിസ്ക് ട്രേഡേഴ്സിന് ഒന്ന് എൻ്റർ ചെയ്ത് ചെയ്യാം. കാരണം വോളിയം പ്രൊഫൈലിൽ കാണിക്കുന്നത് കൂടുതൽ സെല്ലേഴ്സ് ആണ്, സെന്റിമെന്റ് കാണിക്കുന്നത് കൂടുതൽ സെല്ലേഴ്സ് ആണ്. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇനി മുന്നോട്ട് പോയി നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. വോളിയം പ്രൊഫൈൽ ഇങ്ങനെ കാണിച്ചു, മാർക്കറ്റ് ഉണ്ടോ പടേന്ന് അടിച്ചു. മാർക്കറ്റ് അതിൻ്റെ സപ്പോർട്ട് എല്ലാം ബ്രേക്ക് ചെയ്തു. വോളിയം പ്രൊഫൈൽ കാണിച്ച പോലെ തന്നെ അടിച്ച് തകർന്ന് താഴെ വന്ന് നിൽക്കുകയാണ് മാർക്കറ്റ്. കണ്ടോ, 0. ഇവിടെ എല്ലാം സെല്ലേഴ്സ് തന്നെയാണ്, ഇവിടെ എല്ലാം ഹയർ നമ്പർ ഓഫ് സെല്ലേഴ്സ് ആണ്. പക്ഷേ ഇതിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ യൂഷ്വലി ഇതിങ്ങനെ സെല്ല് ചെയ്ത് താഴെ വരുന്ന സമയത്ത് ഇവിടെ എല്ലാം സെല്ലേഴ്സ് തന്നെ ആയിരിക്കും. അതിനിടയ്ക്ക് ചാടി കയറി പോയി പൊസിഷൻ പിടിക്കരുത്. ഇവിടെ ഉള്ളൊരു അഡ്വാൻറ്റേജ് ഇല്ല. ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെച്ച് കയറാം എന്നുള്ള പോലെ ഒരു അഡ്വാൻറ്റേജ് ഇല്ല. 2:1 റിസ്ക് റിവാർഡ് റേഷ്യോ ഇല്ല. ഇവിടെ ഒരു വലിയ ഒരു ഇൻഎഫിഷ്യൻസി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ ഇൻഎഫിഷ്യൻസിയുടെ ബോട്ടത്തിൽ പോയി പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ 2:1 റിസ്ക് റിവാർഡ് ടു റിസ്ക് റേഷ്യോ അവൈലബിൾ അല്ല. അതും കൂടെ കണ്ടിട്ട് വേണം നിങ്ങൾ ട്രേഡ് എടുക്കാനായിട്ട്. സെന്റിമെന്റ് നോക്കാനാണെങ്കിൽ ബേസിക്കലി ഇങ്ങനെ നോക്കാം. ഇവിടെ സെല്ലേഴ്സ് തന്നെയാണ് എപ്പോഴും അപ്പർ ഹാൻഡ്. ഇനി ഫ്രണ്ടിലോട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആ സെല്ല് കണ്ടിന്യൂ ചെയ്യുകയാണ്. കേട്ടോ, സെല്ല് പിന്നെയും താഴോട്ട് തന്നെയാണ്. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. എപ്പോൾ വരെ വെയിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബൈ ഇൻഡിക്കേഷൻ വരുന്നവരെ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ബൈ ഇൻഡിക്കേഷൻ വന്നു. മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ബൗൺസ് ചെയ്തു. ഇത് ഒരു ബൈ എന്നല്ല നമുക്ക് പറയാൻ പറ്റുക. അവിടെ ഒരു ബയേഴ്സ് ഒരു സപ്പോർട്ട് സീക്ക് ചെയ്യുന്നു, സപ്പോർട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള രീതി നോക്കാം. പക്ഷേ അത് പക്ക സപ്പോർട്ടാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കറണ്ട് ലെവലിൽ നോക്കുമ്പോൾ അപ്പോഴും സെല്ലേഴ്സ് തന്നെയാണ് കൂടുതൽ. 1.88 മില്യൺ സെല്ലേഴ്സും 1.35 മില്യൺ ബയേഴ്സും. ഇനി അതിൻ്റെ താഴത്തെ ലെവലുകളിലാണെങ്കിലും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. SVP ഈ വാല്യൂ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വാല്യൂ ഞാൻ മുകളിലത്തെ ലെവലിലോട്ടൊക്കെ പോകുമ്പോൾ ഈ തൊട്ട് മുകളിലത്തെ ലെവലിൽ മാത്രം കുറച്ച് ബയേഴ്സ് ഉണ്ട്. അതിന് മുകളിലെല്ലാം സെല്ലേഴ്സ് തന്നെയാണ്. അതിന് താഴെയുള്ള ലെവലിലും സെല്ലേഴ്സ് ആണ്. അതുകൊണ്ട് നമ്മുടെ ഡയറക്ഷൻ ഒരിക്കലും ബൈ എന്നുള്ള രീതിയിൽ ചാടിക്കേറി ഇവിടെ എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ഇതിലൂടെ കാണിച്ചു തരും. നമ്മൾ നോക്കുന്നു, ഓക്കെ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ബൗൺസ് ചെയ്തു, താഴെ പോയല്ലോ, ഇനി മാർക്കറ്റ് കയറുമല്ലോ എന്നുള്ള രീതിയിൽ കയറിയാൽ എപ്പോഴും വിജയിക്കണം എന്നില്ല. അതൊരു റിസ്ക്കാണ്. റിസ്കി ഫാക്ടർ ഇവിടെ കാണിക്കുന്നുണ്ട്. കൂടുതൽ നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ട്. ആ സെല്ലേഴ്സ് ഇപ്പോഴും സെല്ല് തന്നെയാണ് നിൽക്കുന്നത്. മേ ബി ഒരു വലിയൊരു ബൗൺസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മാറുമായിരിക്കും. പക്ഷെ പ്രോബബിലിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. ആ ഒരു ഏരിയയിൽ നമുക്ക് ആ രീതിയിൽ പിക്ക് ചെയ്ത് പോകാനുള്ള പ്രോബബിലിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. മുന്നോട്ട് പോയി നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. മാർക്കറ്റ് അവിടെ നിന്ന് ഒരു സൈഡ് വേസ് ആയിട്ട് പിന്നെയും ഇതേ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു സ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ
സെല്ലേഴ്സ് കൂടുതലുണ്ട്. 2.9 മില്യൺ സെല്ലേഴ്സ് ഉണ്ട്. 1.35 ബയേഴ്സേ ഉള്ളൂ. മുകളിലോട്ട് നോക്കിയാൽ 4 മില്യൺ സെല്ലേഴ്സ് ഉണ്ട്. അതിന് മുകളിൽ സെല്ലേഴ്സ് തന്നെയാണ് കൂടുതൽ. അതിന് താഴോട്ട് നോക്കുകയാണെങ്കിൽ അവിടെയും സെല്ലേഴ്സാണ് കൂടുതൽ. ഇവിടെയും നമുക്ക് വേണമെങ്കിൽ റൈസ് ഓൺ സെൽ എന്നുള്ള സ്ട്രാറ്റജിയിലാണ് മാർക്കറ്റ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം, നമുക്കൊരു ട്രേഡ് കൺസിഡർ ചെയ്യാം. പക്ഷേ ഞാൻ ഈ ട്രേഡ് കൺസിഡർ ചെയ്യാമെന്ന് പറയുമ്പോഴും ഇത് മാത്രം യൂസ് ചെയ്ത് ട്രേഡ് കൺസിഡർ ചെയ്ത് നിങ്ങളുടെ ബാക്കിയുള്ള മെത്തേഡ്സിലും എല്ലാം കൺഫർമേഷനൊക്കെ നോക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ. ഇതൊരു ട്രേഡ് അഡ്വൈസ് അല്ല ഞാൻ പറയുന്നത്. ദീസ് ആർ എഡ്യൂക്കേഷണൽ വീഡിയോസ് ഓൺലി. ഐ ആം നോട്ട് എ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ആ രീതിയിൽ കാണുക. നിങ്ങളുടെ വ്യൂ നിങ്ങൾ പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ട്രേഡ് എടുക്കുക. ഇത് എൻ്റെ ട്രേഡിംഗ് എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഇവിടെ ഒരു സെല്ലിനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ അതിന് ഒരു സെല്ലിനുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു. അവിടെ മാർക്കറ്റ് താഴോട്ട് വന്ന ഈ ഏരിയയിൽ നിൽക്കുകയാണ് മാർക്കറ്റ്. അവിടെ ഒരു ബൈ മൊമെൻ്റോ ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴും താഴോട്ട് തന്നെയാണ് മാർക്കറ്റ് നിന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് പിന്നെയും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അവിടെ ഒരിടത്തും തന്നെ ഒരു ബൈ എന്നുള്ള രീതിയിലൊരു വോളിയം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല. മാർക്കറ്റ് താഴോട്ട് വന്നു. ഇവിടെ ഒന്ന് ചെറുതായിട്ട് പിന്നെ ബൗൺസ് ചെയ്യാൻ ഒന്ന് ശ്രമിച്ചു. പക്ഷേ എന്നിട്ടും അത് താഴോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബേസിക്കലി അവിടെയും ഫ്രഷ് ബയേഴ്സ് വന്നു തുടങ്ങിയിട്ടില്ല. അത് കഴിഞ്ഞ് കണ്ടോ, സെഷൻസ് വോളിയം പ്രൊഫൈൽ നോക്കുന്നതിൻ്റെ വളരെ ഒരു അഡ്വാൻറ്റേജ് ആണിത്. ട്രെൻഡ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ കറക്റ്റ് എൻട്രി നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു കറക്റ്റ് എൻട്രി കാണിച്ചു തന്നു. 2:1 അല്ലെങ്കിൽ 3:1 എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള റിവാർഡ് ടു റിസ്ക് റേഷ്യോയിലുള്ള ട്രേഡ്സ് നിങ്ങൾക്ക് ഇവിടെ പിക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും വലിയൊരു ഇപ്പോഴും ഫ്രഷ് സെല്ല് തന്നെയാണ് നിൽക്കുന്നത്. എവിടെയെങ്കിലും ഒരു ബൗൺസ് വരണം. ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള ബയേഴ്സ് വന്നു തുടങ്ങി. ഇവിടെ ഒരു ബയേഴ്സ് വന്നു തുടങ്ങി. മേ ബി നിങ്ങൾക്ക് വേണമെങ്കിൽ പൊസിഷൻ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ നോക്കുകയാണെങ്കിൽ 1.3 മില്യൺ ബയേഴ്സും 8 മില്യൺ അടുപ്പിച്ച് 8 മില്യൺ അല്ല 879K സെല്ലേഴ്സും ഉണ്ട്. അപ്പോൾ സ്ലോലി അവിടെ നിന്ന് ഒരു ബൈ മൊമെൻറ്റം അവിടെ വന്നു തുടങ്ങി. ഒരു കൈൻഡ് ഓഫ് ഒരു സപ്പോർട്ട് മാർക്കറ്റ് സീക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ബൈ എടുത്തുകൊണ്ട് പോകണമെന്നല്ല. കാരണം മുകളിലെല്ലാം കണ്ടോ, മുകളിലത്തെ ലെവലുകളെല്ലാം സെല്ല് ചെയ്ത് താഴോട്ട് വന്ന ലെവലുകളാണ്. അതുകൊണ്ട് മേ ബി നിങ്ങൾക്ക് പൊസിഷൻ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ പാർഷ്യലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ഒരു ബൈ മൊമെൻറ്റം വന്നു തുടങ്ങി എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ആ ബൈ മൊമെൻറ്റം ജസ്റ്റ് ഒരു ഫ്ലൂക്ക് ആയിട്ടുള്ള ഒരു ബൈ മൊമെൻറ്റം ആയിരുന്നു. ആ ഫ്ലൂക്ക് ആയിട്ടുള്ള ബൈ മൊമെൻറ്റത്തിൽ ജസ്റ്റ് ഒന്ന് ബൗൺസ് ചെയ്തിട്ട് പിന്നെ അതൊന്ന് താഴോട്ടാണ് കാണിക്കുന്നത്. പക്ഷെ താഴോട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ബേസിക്കലി സെല്ലേഴ്സ് തന്നെയാണ് ഉള്ളത്. പക്ഷെ താഴത്തെ ലെവലിൽ കുറച്ച് ബയേഴ്സ് ഉണ്ട്. ഡെഫിനറ്റ്ലി ഫ്രഷ് ബൈ നമുക്ക് എടുക്കാൻ പറ്റില്ല. 1:2 റിസ്ക് റിവാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് സെല്ല് എടുക്കാം എന്നുള്ളൊരു പൊസിഷനാണ്. പ്രൈസ് പിന്നെയും താഴോട്ട് തന്നെയാണ് വരുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ബൈ മൊമെൻറ്റം ഒരിടത്തും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ എല്ലാം സെല്ലേഴ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ പ്രൈസ് പക്ഷേ ഇവിടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് ബൗൺസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കണ്ടോ, പെട്ടെന്ന് ഇവിടെ ഒരു ബൈ മൊമെൻറ്റം കൂടി. ഇതുവരെ ഉണ്ടായിരുന്ന പോലല്ല, ബൈ മൊമെൻറ്റം കൂടി. മുകളിലാണെങ്കിലും ബൈ മൊമെൻറ്റം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ലൈറ്റ്ലി ബയേഴ്സ് സെല്ലേഴ്സിനെക്കാളും കൂടുതലാണ്. ഇവിടെ ബയേഴ്സ് കൂടുതലാണ്. ഇവിടെ ഒരു കൈൻഡ് ഓഫ് ഒരു സപ്പോർട്ട് സോൺ എന്നുള്ള രീതിയിൽ അത് പിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. വളരെ ഹൈ റിസ്ക് ആയിട്ടുള്ള ട്രേഡേഴ്സിന് മേ ബി കൺസിഡർ ചെയ്യാം. വളരെ ഹൈ റിസ്ക് ആയിട്ടുള്ള ട്രേഡേഴ്സിന്, കാരണം ഇത് ഒരു 2:1 എന്നുള്ള രീതിയിലൊരു സെറ്റപ്പാണ്. നിങ്ങൾ വളരെ ഹൈ റിസ്ക് എടുക്കുന്ന ട്രേഡർ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ലോട്ടറി അടിച്ചേക്കാം. ഇവിടെ ആ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു പൊസിഷനാണ് വേണമെങ്കിൽ. പക്ഷെ നെക്സ്റ്റ് ക്യാൻഡിൽ കാണുന്നത് അതിൻ്റെ ലോയെ ബ്രേക്ക് ചെയ്യാനായിട്ട് പിന്നെയും ശ്രമിക്കുകയാണ്. നമ്പർ ഓഫ് സെല്ലേഴ്സ് ആണ് കൂടുതൽ. ഇവിടെ നോക്കിയാലും നമ്പർ ഓഫ് സെല്ലേഴ്സ് ആണ് കമ്പാരിറ്റീവ്ലി കൂടുതൽ. നിങ്ങൾ ആരെങ്കിലും ഒരു ബൈ എടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സെറ്റപ്പ് വന്നു കഴിഞ്ഞാൽ അത് കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മേ ബി അത് കയറിപ്പോവാം, ഇല്ല എന്നല്ല. പക്ഷെ ഞാൻ പറയുന്നത് കോസ്റ്റിൽ നമ്മൾ ഒരു ട്രേഡിൽ എൻട്രി ചെയ്യുന്ന പോലെ തന്നെയാണ് പ്രധാനം ട്രേഡിൽ നിന്ന് എങ്ങനെ എപ്പോൾ എക്സിറ്റ് ചെയ്യണം എന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മളൊരു ട്രേഡിൽ കയറിക്കഴിഞ്ഞാൽ ചെറിയ ലോസിൽ ഇറങ്ങാൻ പറ്റിയ വലിയ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളൊരു ട്രേഡിൽ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റിനെ റൈഡ് ചെയ്ത് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞാലും വലിയ കാര്യമാണ്. ഈ രണ്ട് സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേമിൽ നമ്മൾ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡറായിട്ട് മാറാൻ പറ്റും. ട്രേഡിങ് നിങ്ങൾക്ക് ഒരു പ്രൊഫഷനാക്കി മാറ്റാൻ പറ്റും. അബ്സല്യൂട്ട്ലി.
അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇന്ന് ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ കണ്ടന്റ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു കണ്ടന്റുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്. ബൈ ബൈ.